ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നെടുമ്പൊരിക്കൽ നിന്ന് അലീന എന്നേക്കുമായി പടിയിറങ്ങിയിരിക്കുകയാണ്. ഇതറിഞ്ഞ കൊല്ലപ്പള്ളിക്കാർ സന്തോഷിക്കുക കേട്ടോ. ഗംഗേട്ടൻ ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇനി വൈജയന്തിയെ നമുക്ക് ഇനി അങ്ങോട്ട് തിരിച്ചയക്കണ്ടേ, ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, വൈജയന്തിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ആദ്യം നമുക്ക് അത് അറിഞ്ഞിട്ട് വരാം എന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഏതായാലും കമല അവളുടെ അടുത്ത് പോയിരിക്കുകയല്ലേ, അവരെ സന്തോഷമെല്ലാം കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാ, അവരെ ആഘോഷം ഏതായാലും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ വൈജ ഹോളിലൂടെ ഫോൺ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഗംഗേട്ടൻ വരുന്നുണ്ട്, വൈജയെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, കമല കൃഷ്ണമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അലീന ഇവിടെ വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയാണ്. ഇനി എന്താ നിൻ്റെ പ്ലാൻ, ഇനി അങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, ഞാൻ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് പോകും, ഞാനിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അലീന കയറി വന്നാൽ ഞാൻ എന്തായി, അവൾ അങ്ങനെയൊന്നും കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല, സുഖം പിടിച്ച് പോയില്ലേ എന്ന് പറയാണ്. ആ സമയത്ത് ശിവൻ വൈജയന്തിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, എന്നാ സുഖാടി അവളെ അവിടെ അനുഭവിച്ചിരിക്കുന്ന അടുക്കള പണിയെടുക്കുന്നില്ലേ, എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ, നിൻ്റെ കുട്ടികളെ നോക്കുന്നില്ലേ അവളെന്ന് പറയാണ്. അന്നേരം വൈജയന്ത് പറയുന്നുണ്ട്, പിന്നെ ചെറിയ കുട്ടികളല്ലേ, അവരെ പീഡിപ്പിക്കണം, കുളിപ്പിക്കണം, എണ്ണ തേപ്പിക്കണം, ഇതൊക്കെയല്ലേ അവളെ പണി എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, അവൾ ഇവിടെ വന്നിട്ട് യാത്ര പറഞ്ഞില്ലേ, അമ്മയോട് പറഞ്ഞില്ലേ, ഞങ്ങളോട് വരെ പറഞ്ഞു, നിന്നോടും പറഞ്ഞു, എന്തായാലും അവൾ പോയത് തന്നെയെന്ന് പറയാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ കൂടെ പോയല്ലേ എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് അവളെ കൊണ്ടുവിടാൻ പോയതല്ലേ എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, പിന്നെ വേലക്കാരി പിരിഞ്ഞു പോകുമ്പോൾ അവളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവിടുന്ന ഇപ്പോൾ നിയമമല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. ഇനി ബാലചന്ദ്രൻ അവളെ വിട്ട് തിരിച്ചു വരുമോയെന്ന് നോക്കാം, എന്നിട്ട് പറയാമെന്ന് പറയാണ്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, നീ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശ്വസിച്ച് പറയല്ലേ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ തിരിച്ചു വരുന്നതിന് മുന്നേ നീ അവിടേക്ക് പോകുന്നതാണ് നല്ലത്, ഇനി ബാലചന്ദ്രൻ വന്നിട്ട് നിന്നെ അവിടെ കയറ്റിയില്ലെങ്കിലോ, നീ ഈ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നാ ചെയ്യുന്നു പറയാണ്. ഗംഗേട്ടന് ശിവേട്ടനോ അങ്ങനെ പറഞ്ഞതിന് ശേഷം വൈജ ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ, പോണോ വേണ്ടയോ എന്ന്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമുള കേട്ടോ, ബബിതയുടെ റൂമിലേക്ക് പോയി നോക്കുക കേട്ടോ. ആ സമയത്ത് ബബിത സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കണ്ട് ബബിത ഒന്നും സംസാരിക്കാണ്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തി ആട്ടോ. വൈജയന്തി റൂമിലിരുന്നിട്ട് ബബിതനെ ഫോൺ വിളിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ ബബിത ഫോൺ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത് ഫോൺ വിളിക്കുമ്പോഴാണ് ബബിത ഫോൺ എടുത്തിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നാ വേണമെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ വയ്യേ? എന്നിട്ട് ബബിത പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് മൂഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, അതെന്തേ നിൻ്റെ അരങ്ങ് ചത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഇപ്പോൾ വേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിൻ്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? ഓ, ഇന്ന് നിനക്ക് മൗനവ്രതം ആയിരിക്കുമല്ലോ, നിൻ്റെ ചേച്ചി അങ്ങ് പോയല്ലോ എന്ന് പറയാണ്. അതിൻ്റെ വിഷമത്തിലായിരിക്കും അല്ലേ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വേണ്ടത്, ഞാനിവിടെ എൻ്റെ റൂമിൽ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾക്കും അമ്മ സമാധാനം കൊടുക്കരുതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ആ ദുഷിച്ചവളെ എൻ്റെ സമാധാനം കെടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഇത് പറയാനാണോ അമ്മ വിളിച്ചത്, ഈ ദുഷിപ്പ് കേൾക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് കയറൂന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയാണ്, ആ ഓർമ്മയുണ്ട്, ആ ആഗ്രഹം അമ്മ സാധിച്ചില്ലേ, അലിന് ചേച്ചി ഇപ്പോൾ പോയില്ലേ, അതുകൊണ്ട് അമ്മക്ക് സമാധാനമായില്ലേ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു പാപം, ആ കുടുംബം നശിപ്പിച്ചിട്ടില്ലേ അവൾ പോയത് എന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അമ്മേരെ സമാധാനം കേടിന് ഇനി അലിന ചേച്ചി തിരിച്ചു വരില്ല എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവളല്ലേ, അവൾ എന്തായാലും തിരിച്ചു വരും എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ എല്ലാ സാധനവും എടുത്തിട്ടാണോ അവിടുന്ന് പോയെന്ന് പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആ എല്ലാ സാധനവും എടുത്തിട്ട് പോയതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അവളെ എന്തെങ്കിലും അവിടെ സാധനം ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് കത്തിക്കുന്നു പറയാണ്. ഇത് ചോദിക്കുന്നുണ്ട്, അല്ല അവളെ എങ്ങോട്ടാ പോയതെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഏതോ കുളത്തപ്പുഴയിലേക്കാന്ന് തോന്നുന്നു എന്ന് പറയാണ്. അല്ല അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പോയല്ലോ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വൈജ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കമലാൻ്റി റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, ആ കമലേട്ടത്തിയാണോ, ഇതെന്താ ഡോറിന് അപ്പുറത്ത് തന്നെ നിന്നതെന്ന് പറയാണ്. എന്നിട്ട് കമല റൂമിലോട്ട് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെ പോകാനാണെന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, എന്ത് വർത്താനാ കമലേട്ടത്തി പറയുന്നത്, ശിവേട്ടനും ഗംഗേട്ടനും പറഞ്ഞു ഇതാണ് പറ്റിയ അവസരം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, കമലേട്ടത്തിയും പറഞ്ഞില്ലേ എല്ലാ അധികാരങ്ങളും നേടിയെടുക്കേണ്ട അവസരമാണ് ഇതെന്ന് പറയാണ്. അന്നേരം
കമല പറയാണ്, അല്ല നീ ഇത്ര നാളും നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ എന്തോ പോലെ, നീ ഇന്ന് പോകണ്ട നാളെ പോയാൽ പോലെ വൈജയ് എന്ന് പറയാണ്. എന്നിട്ട് വൈജയ് ചിരിച്ചുകൊണ്ട് പറയാം കേട്ടോ, എൻ്റെ കമലേടത്തി ഞാൻ ഇവിടെ വന്നത് പോലും കമലേടത്തിക്ക് ഇഷ്ടമായിട്ടില്ല എന്നറിയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കമലേടത്തി പറയല്ലേ, അല്ല ഇഷ്ടപ്പെടാതിരിക്കുകയല്ലേ, ഞാൻ രാവിലെ കാണുകയല്ലേ എത്ര ദിവസം അസുഖമാണെന്ന് പറഞ്ഞിട്ട് അവിടെ റൂമിൽ കിടന്നു എന്ന് പറയാണ്. എന്നിട്ട് ഞാൻ പോവാണെന്ന് കാണുമ്പോൾ ഇങ്ങനെ അഭിനയിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് എന്തുകൊണ്ടാണ്, നീ ആ നെടുമ്പരിക്കൽ വീട് അവിടെ ഇട്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് പറയാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ഞാൻ ഏതായാലും തിരിച്ചു പോകുന്നതിൽ കമലടുത്തേക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയാണ്. അന്നേരം കമലടുത്ത് പറയുന്നുണ്ട്, അത് അത്രയേ ഉള്ളൂ, ഏതായാലും നിന്നെ ഞാൻ സമ്മതിച്ചു വൈജേ, അവൾ അവിടെ നിന്ന് തുരത്തിയല്ലോ എന്ന് പറയാണ്. നീ അവിടെ കട്ടക്ക് നിന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇറങ്ങി പോകാൻ തീരുമാനിച്ചതെന്ന് പറയാണ്. ഇനി എന്ത് സഹായം വേണമെങ്കിലും നീ എന്നോട് ചോദിക്കണം, ഇനി ആര് പറഞ്ഞാലും ഒന്നും വിട്ടുകൊടുക്കാനേ പാടില്ല. അത് ഭർത്താവായാലും മക്കളായാലും ഏട്ടനായാലും അനിയനായാലും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാണ് വൈജയോട് കമല. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, എനിക്കറിയാം കമലേടത്തി ഇനി ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ കാണുമെന്നുള്ളത്, അത് അവൾ ആ വീട്ടിൽ വന്നപ്പോൾ മുതലേ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയാണ്. എന്നിട്ട് കമലേടത്തി പറയുന്നുണ്ട്, അവൾക്ക് ഒരു നാണവും മാനവും ഇല്ലാത്തവളാണ്, എത്ര ഇറക്കി വിട്ടിട്ടും അവൾ ഇറങ്ങിപ്പോയിട്ടില്ല. ഇനി അവൾ ബാലചന്ദ്രൻ കൂട്ടിക്കൊണ്ടു വന്നാലും നീ അവളെ ആ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയാണ്. നിൻ്റെ മക്കളും ഭർത്താവും അത്ര ഇഷ്ടത്തോടെ ഒന്നല്ല അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് കയറ്റാനും നീ പാടില്ല എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതൊരിക്കലും ഇല്ല കമലെടുത്തി, അതുകൊണ്ട് കമലെടുത്തി പേടിക്കുകയേ വേണ്ട, എൻ്റെ വീടിൻ്റെ ഭാഗത്തേ കൂടി അവളിനി വരില്ല, ഇനി ആ വീട്ടിലേക്ക് ഇനി അവൾ കയറണമെങ്കിൽ ഞാൻ മരിക്കണം എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, അത് കേട്ടാൽ മതി വൈജ എനിക്ക് എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇവന് കുടുംബത്തിലേക്ക് വേറെ ആരും കെട്ടിക്കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, നീ ഉദ്ദേശിച്ച മനുവിനെ അല്ലേ എന്ന് പറയാണ്. അത് ഞാൻ അച്ഛനോടും മോനോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, ഏതായാലും നീ പോകാൻ ഒരുങ്ങിയതല്ലേ, ബാക്കിയും കൂടിയും പാക്ക് ചെയ്ത് വെച്ചോ എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, ഞാൻ ഏകദേശം പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു, ഇനിയും ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അല്ല കമലേട്ടത്തി എന്ന് പറയാണ്. അങ്ങനെ കമലേട്ടത്തി പോകാൻ ഒരുങ്ങാട്ടോ പുറത്തേക്ക്. ആ സമയത്ത് വൈജ വിളിക്കുന്നുണ്ട്, കമലേട്ടത്തി ഏതായാലും ഞാൻ പോകാൻ ഒരുങ്ങിയല്ലേ, ഒരു ചായ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കമലേട്ടത്തിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ, മുന്നേ ചായ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞതല്ലേ. അന്നേരം കമല പറയാണ്, ഗ്യാസ് ഉണ്ടോ നോക്കട്ടെ, അല്ല രാവിലെ തീരാറായിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞോന്ന് അറിയില്ലല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമല പുറത്തേക്ക് പോവാട്ടോ. വൈജയന്തി ആണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കാട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വൈജയന്തി റെഡി ആയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാട്ടോ, യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുത്തശ്ശി നല്ല ഉറക്കാട്ടോ. എന്നിട്ട് വൈജ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്ന് കൈ പിടിച്ച് എണീപ്പിക്കടി, ഒരേ കിടപ്പ് കിടന്നിട്ട് പുറം നല്ല വേദനയുണ്ട്, കാലാണെങ്കിൽ നല്ല വേദനയുണ്ട് എന്ന് പറയാണ്. വൈജ പറയുന്നുണ്ട്, ഇന്ന് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ക്ഷീണം കൂടി വരെയല്ലേ എന്നെ എവിടെ കുറയാനെന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, എണീറ്റ് നടക്കാനായതല്ലേ, അമ്മേരെ മടി കാരണമല്ലേ എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എഴുന്നേറ്റ് നടന്നിട്ട് എന്നാത്തിനാടി, എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും എവിടെയെങ്കിലും പോയി ഇരുന്നൂടെ എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, അത് ചെല്ലാൻ പാടില്ലാത്തടത്ത് ചെല്ലുന്നതായിട്ടല്ലേ, ഹാളിൽ നടന്നൂടെ, പുറത്ത് എത്ര സ്ഥലമുണ്ട് അവിടെയൊക്കെ നടന്നൂടെ എന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കാതെ പിന്നെ എഴുന്നേറ്റ് നടത്തിയിട്ട് എന്താ കാര്യം എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും ചോദിക്കാനൊന്നല്ല വന്ന്, ഞാൻ പോവാണ് ഇവിടുന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര പെട്ടെന്ന്? അന്നേരം വൈജ പറയുന്നുണ്ട്, അവൾ പോയില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അവൾ അവിടെ കണ്ണി പോലെ പിടിച്ചു നിന്നതല്ലേ, അതുകൊണ്ട് പോയതുകൊണ്ട് എനിക്കൊരു സമാധാനമായി എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിനക്കൊരു സമാധാനമായില്ലേ, അത് പോരെ എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, ഇനി ചിലപ്പോൾ തിരിച്ചു വന്നെങ്കിലോ എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ എന്നോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത്, ഇനി അവൾ തിരിച്ചു വരത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, അവൾ പോന്ന പോക്കിൽ എനിക്കൊരു പാര വെച്ചിട്ടാണ് അവൾ പോയെന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളെ കൂടെ ജീവിച്ചില്ലേ ആഗ്രയിൽ വെച്ച്, അത് അവൾ എങ്ങനെ അറിഞ്ഞു, അവൾ എന്നോട് ചോദിച്ചു എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അത് അവൾ പറഞ്ഞത് ശരിയല്ലേ, അതൊരിക്കലും നീ മറക്കാൻ പാടില്ല, അത് മറന്നിട്ടല്ലേ നീ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, ഇതൊക്കെ അവളെങ്ങനെ അറിഞ്ഞു, അന്നേരം അവൾ ജനിച്ചിട്ട് പോലുമില്ല, ഇനി അമ്മയാണോ പറഞ്ഞതെന്ന് പറയാണ്. എന്നാൽ മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. പിന്നെ ഗംഗാട്ടിന് ശിവേട്ടനൊന്നും ഒരിക്കലും അവളോട് പറയില്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഇനി ബാലചന്ദ്രനോട് പെരുമാറാൻ വേണ്ടിയിട്ട്, അടങ്ങി ഒതുങ്ങി അവിടെ ജീവിക്കണം എന്ന് പറയാണ്.